അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടാതിരിക്കാൻ ചില കാരണങ്ങളുണ്ട്. വെറുതെ അള്ളാഹുവിനെ നാം ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. റബ്ബ് ദുആക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദ്വാരുന്നിട്ടുണ്ട്. കുറേ കാലങ്ങളായി ഒരു കാര്യം റബ്ബിനോട് ഞാൻ ചോദിച്ചിട്ട്, പക്ഷെ ഇന്നുവരെ അവൻ തന്നിട്ടില്ലല്ലോ, അവൻ എന്തേ തരാത്തത് എന്ന് റബ്ബിനെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. ചിലപ്പോഴൊക്കെ ദുആക്ക് ഉത്തരം കിട്ടാതിരിക്കാൻ നമ്മുടെ കാരണം തന്നെ ആയിരിക്കും. അങ്ങനെ ദുആക്ക് ഉത്തരം കിട്ടാൻ തടയാകുന്ന ചില കാര്യങ്ങൾ മഹാന്മാർ ഓർമ്മപ്പെടുത്തുന്നത് കാണാം. അതിൽ ഒന്നാണ് അക്ലുൽ ഹറാമി, അതേ നമ്മുടെ ഭക്ഷണം ഹറാമിയത്ത് ആവുക എന്നുള്ളത്. ഹറാമ് ഭക്ഷിച്ചവൻ്റെ ദുആ അള്ളാഹു സ്വീകരിക്കില്ല. വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ കഴിച്ച ഭക്ഷണം അത് ഹറാമിയത്തിൻ്റെ പണമാണോ എന്ന് നാം വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കണം. ഏതൊരു മനുഷ്യനും അവന് ഭക്ഷിക്കുന്നതും അവൻ്റെ കുടുംബത്തിലേക്ക് ഭക്ഷിപ്പിക്കുന്നതും അവൻ്റെ മക്കൾക്കൊക്കെ ഭക്ഷിപ്പിക്കുന്നത് അത് ഹറാമിയത്തിൻ്റെ പണം കൊണ്ടാണോ എന്ന് ഗൗരവത്തോടു കൂടെ ചിന്തിക്കണം. അതങ്ങനെയാണെങ്കിൽ പിന്നെ ഒരിക്കലും അതിൽ ബർക്കത്തുണ്ടാവില്ല, ഒരു ദുആക്കും ഉത്തരമുണ്ടാവില്ല. മുത്തുനബി തന്നെ പറഞ്ഞിട്ടുണ്ട്, എത്രയോ ആൾക്കാർ കാണുമ്പോഴൊക്കെ അവരുടെ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പാണ്. അത്തരത്തുള്ള നല്ല ആൾക്കാരൊക്കെ അതേ എത്രമാത്രം ദ്വാരുന്നിട്ടും അവർക്ക് ഉത്തരം കിട്ടുന്നില്ല. കാരണമെന്തേ? വമത്അമുഹു ഹറാമുൻ അന്ന യുസ്തജാബ ലിദാലിക. എത്രയോ ആൾക്കാരുണ്ട്, അത്രക്കാർ അവർക്കെന്തേ ഉത്തരം കിട്ടാത്തത്? അതേ അവരുടെ ഭക്ഷണം ഹറാമാണ്, അവരുടെ പാർപ്പിടം ഹറാമാണ്, അവരുടെ വസ്ത്രം ഹറാമാണ് എന്ന് പറഞ്ഞാൽ അതേ ഹറാമ് ഹലാലൊന്നും ചിന്തിക്കാതെ അതൊന്നും എനിക്ക് നോക്കേണ്ടതില്ല എന്ന് കരുതി ഇങ്ങനെ സമ്പാദിച്ച് അതിലൂടെയാണ് അവർ ജീവിച്ചതെങ്കിൽ അവരുടെ ഒരു ദുആക്കും ഉത്തരം കിട്ടിയില്ല. ഉത്തരം കിട്ടാതിരിക്കാനുള്ള കാരണം അതാണെന്ന് മുത്തുനബി നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഉത്തരം കിട്ടാതിരിക്കാൻ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. അതേ നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യം നാം സൂക്ഷിക്കണം. എല്ലാം നല്ല ഹലാലായ ഭക്ഷണം മാത്രമേ നമ്മളെ പള്ളിയിലേക്ക് കയറ്റിയാൽ ഉത്തരം കിട്ടുകയുള്ളൂ. രണ്ടാമതായി മഹാന്മാർ പറയുന്നു അൽ ഇസ്തിഅ്ജാലു. ഒരിക്കലും പോലും നാം ധൃതി കൂട്ടി റബ്ബിനോട് ചോദിക്കരുത്. റബ്ബിനോട് നാം ഒന്നും കൊടുത്ത് വെച്ചിട്ടില്ലല്ലോ. കൊടുത്തത് റബ്ബിനോട് ചോദിക്കുകയാണെങ്കിൽ ഉറപ്പാണ് ഞാൻ തന്നത് ഇങ്ങോട്ട് താ എന്ന്. അങ്ങനെ ആർക്കും ഒരു അധികാരമില്ല. എല്ലാവും റബ്ബാണ്, എല്ലാവും അവനിൽ നിന്നാണ്. അപ്പോൾ ഒരിക്കലും പോലും നാം ധൃതി കൂട്ടി ഇപ്പോൾ വേണം, ഈ സമയത്ത് വേണം, നീ എന്തേ തരാത്തത് എന്ന രീതിയിൽ ഒരിക്കലും റബ്ബിനോട് ചോദിക്കരുത്. അത് അദബുകേടാണ്. ഒരിക്കലും അത്തരത്തിലുള്ള ദുആക്ക് ഉത്തരം കിട്ടുകയില്ല. മൂന്നാമതായി മഹാന്മാർ പറയുന്നു ഇർതിഖാബുൽ മആസി. ദോഷം ചെയ്യുന്നവരുടെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകില്ല. നിരന്തരമായി ദോഷം ചെയ്യുന്നവനാണ്, പാപം ചെയ്യുന്നവനാണ്, അവൻ കൈവരുത്തിയാൽ ഒരിക്കലും അള്ളാഹു ഉത്തരം നൽകില്ല. നല്ല തഖ്വയോടുകൂടെ വറഅോടുകൂടെ ദോഷത്തിൽ നിന്നൊക്കെ വിട്ടുനിന്നാൽ മാത്രമേ അള്ളാഹു ഉത്തരം നൽകുകയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസുകളും മഹാന്മാരുടെ ഉപദേശങ്ങളൊക്കെയും നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ നാം മനസ്സിലാക്കണം. ഒരിക്കലും പോലും ദോഷം ചെയ്തവൻ, പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ്റെ ദുആക്ക് ഒരിക്കലും ഉത്തരം കിട്ടുകയില്ല. നാലാമതായി തർക്കുൽ വാജിബാത്ത്. ഫർമായ കാര്യങ്ങളൊന്നും ചെയ്യാതെ നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക, ഇത്തരത്തിലുള്ള ഫർദായ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ കാര്യം എന്താണ്? റബ്ബിനോടൊന്ന് ദ്വാരക്കുക എന്ന് മാത്രമാണ്. ഒരിക്കലും അത് നടക്കില്ല. റബ്ബ് പറഞ്ഞതൊക്കെ ശരിക്ക് കേൾക്കുക, അതുപോലെ നാം നിർവഹിക്കുക. എന്നാൽ നമ്മൾ അങ്ങോട്ട് പറഞ്ഞത് റബ്ബ് കേൾക്കും, അല്ലാതെ അല്ലാഹുവിനെ കേൾക്കൽ അവനൊരു നിർബന്ധമൊന്നുമില്ലല്ലോ. ഇനി ഫർദായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോലും അല്ലാഹുവിന് കേൾക്കൽ നിർബന്ധം ഒന്നുമില്ല. എല്ലാം അവൻ്റെ മഹല്ലുൽ ഫളലാണ്, അവൻ്റെ ഔദാര്യമാണ്. തരിക, തരാതിരിക്കുക. എന്നാലും നാം എല്ലാ കാര്യങ്ങളും ഫർളും സുന്നത്തുകളും എല്ലാ ഇബാദത്തുകളൊക്കെ ചെയ്ത് റബ്ബിനോടിങ്ങനെ യാചിക്കുമ്പോൾ അവൻ അർഹമുർ റാഹിമാണ്, ഗഫൂറും ഗഫാറുമാണ്, റഊഫാണ്, വലിയ കാരുണ്യമുള്ളവനാണ്. മനുഷ്യന്മാരെ പോലെയല്ല. ആ സമയത്ത്
എൻ്റെ അടിമയ്ക്ക് എല്ലാ ഇബാദത്തുകളൊക്കെ ചെയ്ത് എന്നിലേക്ക് അവൻ മടങ്ങുന്നുണ്ടല്ലോ, ചോദിക്കുന്നുണ്ടല്ലോ, എന്നാൽ ഞാൻ അവനിക്ക് കൊടുത്തിരിക്കും എന്നുള്ള അങ്ങനെയാണ് റബ്ബ് ഇടപെടുന്നത്. അപ്പോഴേ അള്ളാഹു നമ്മെ സ്വീകരിക്കുകയുള്ളൂ. അല്ലാതെ ഹറാമിയത്ത് ചെയ്ത് ഫർളുകളൊന്നും പാലിക്കാതെ അവൻ പറഞ്ഞതുപോലൊന്നും ജീവിക്കാതെ ദുആ ചെയ്താൽ ഒരിക്കലും നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടുകയില്ല എന്ന് ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഉത്തരം കിട്ടാൻ തടസ്സമാകുന്ന എന്തെല്ലാം സ്വഭാവങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ വിട്ടുനിന്ന് നല്ല ദുആക്ക് ഉത്തരം കിട്ടുന്ന നല്ല മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.